വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 6-ലെ ദ ലാസ്റ്റ് ചാപ്റ്ററായ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നല്ല അറ്റൻറ്റീവ് ആയിട്ടിരുന്ന് ക്ലാസ് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്കെന്താ ചാപ്റ്ററിലോട്ട് കടന്നാലോ? നിങ്ങളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുക? ആണോ? നമ്മൾ ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലേ, ഫുഡ് ഫോർ ഹെൽത്ത്, ഭക്ഷണം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, നന്നായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാനായിട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എന്താണ്? ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എന്നാണ് അല്ലേ, നല്ല രൂപത്തിനും ബലത്തിനും വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ, അതിനെക്കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല സ്ട്രെങ്തി ആയിട്ടിരിക്കാനായിട്ട്, നല്ല ബലമുള്ള നല്ല രൂപമുള്ള അല്ലെങ്കിൽ നല്ല ഫിറ്റ് ബോഡി എന്ന് പറയാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുക? നമ്മൾ ടി വിയിൽ ആഡൊക്കെ കാണാറുണ്ടല്ലേ, നമ്മുടെ കോംപ്ലാൻ, ദെൻ ബൂസ്റ്റ്, ഹോർലിക്സ്, ഇതിൻ്റെയൊക്കെ കുറേ പരസ്യങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ അവരെന്താ പറയുന്നത്? നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ നല്ല ഗ്രോത്ത്, നല്ല വളർച്ചയ്ക്കൊക്കെ നമുക്ക് എന്ത് വേണമെന്നാ പറയാം? പ്രോപ്പർ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനൊക്കെ അവർ പറയും നിങ്ങൾ ഈ ഹോർലിക്സ് കുടിക്കണം അല്ലെങ്കിൽ ഈ കോംപ്ലാൻ കുടിക്കണം എന്ന് പറയും അല്ലേ. അപ്പം എത്ര കോംപ്ലാൻ ബോയ്സും എത്ര കോംപ്ലാൻ ഗേൾസും ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ് കാണുന്ന? എത്ര പേരുണ്ട്? എല്ലാവരും കോംപ്ലാൻ ബോയ്സും കോംപ്ലാൻ ഗേൾസും ആണോ? എത്ര പേർക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ഇഷ്ടമാണ്? ഇതൊക്കെ എന്താ പറയുന്നത്? ഇതൊക്കെ നമ്മുടെ പ്രോപ്പർ ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും എന്ന് നമ്മൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് പാലൊക്കെ കുടിക്കുന്ന, നന്നായിട്ട് ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണോ? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളതല്ല നമ്മുടെ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിന്, ഓക്കെ, നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്, ഓക്കെ, നമ്മുടെ ഫുഡിന് പുറമേ ഉള്ള നമ്മുടെ ബോഡിയിലുള്ള കുറേ ജോയിൻസ് ഉണ്ട്, കുറേ ബോൺസ് ഉണ്ട് അല്ലേ. നമ്മുടെ ബോഡിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫ്രെയിം വർക്കൊക്കെ കൊടുക്കുന്ന, നമ്മുടെ ബോഡിക്ക് ഷേപ്പും സ്ട്രെങ്ത്തും രൂപവും ഒരു ആകൃതിയും ബലവും ഒക്കെ കൊടുക്കുന്ന ജോയിൻസ്, അസ്ഥികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു കുറുക്കനെ കാണാം, പിന്നെന്താണ്, ഒരു ആമേനെ കാണാം അല്ലെ. ആമയുടെ പുറന്തോട്, ഔട്ടർ ഷെല്ലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഫോക്സ് എന്താ പറയുന്നത്? കുറുക്കൻ എന്താ പറയുന്നത്? ഇഫ് ടോർട്ടോയിസസ് ഡിഡ് നോട്ട് ഹാവ് ദിസ് ഷീൽഡ് അല്ലേ, നമ്മുടെ കുറുക്കൻ പറയാണ് ഈ ആമകൾക്ക്, ഈ ടോർട്ടോയ്സുകൾക്കൊന്നും ഒരു ഷീൽഡ് ഇല്ലായിരുന്നെങ്കിൽ അല്ലേ, അവരുടെ പുറന്തോട് അല്ലെ, ഔട്ടർ ഷെൽ അല്ലേ. നോക്കിക്കേ, ഈ ആമയുടെ ഔട്ടർ ഷെല്ലും നോക്കിക്കേ നിങ്ങൾ, എന്താ നല്ല ഹാർഡാണല്ലേ, നല്ല ബലമുള്ള നല്ല ഹാർഡാണ്. സോഫ്റ്റ് ആണോ ഷെല്ല്? അല്ല, നല്ല ഹാർഡായിട്ടുള്ള നല്ല ബലമുള്ള ഷെല്ലാണല്ലേ. ആമയ്ക്ക് ആ ഷെല്ല് ഉള്ളതുകൊണ്ടല്ലേ ആമയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന എനിമീസിൽ നിന്നൊക്കെ അല്ലേ. നമ്മുടെ ഫോക്സ് എന്താ പറഞ്ഞത്? ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ല്, ഈ പുറന്തോട് ആമയ്ക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഫോക്സ് ഇങ്ങനെ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഫോക്സിന്, നമ്മുടെ കുറുക്കന് ഈ ആമേനെ അങ്ങോട്ട് സാപ്പിടായിരുന്നു അല്ലേ, ഫുഡാക്കായിരുന്നു അല്ലേ, കഴിക്കായിരുന്നു അല്ലേ. ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ല് ആമയ്ക്ക് ഉള്ളത് കൊണ്ട് എന്താ, ഈ ഫോക്സിന് നമ്മുടെ ആമേനെ കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഹാർഡാണല്ലേ, അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അത്ര പോസിബിൾ അല്ല അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ആമ എന്താ പറയുന്നത്? യു തിങ്ക് ദിസ് ഹെൽമെറ്റ് ഇസ് വർത്ത്ലെസ് ഫോർ മീ? ചുമ്മാതാണോ, ഒരു കാര്യമില്ലാണ്ട്, വർത്ത്ലെസ്, വെറുതെ ഒരു ഉപകാരം ഇല്ലാണ്ട്, ഒരു ആവശ്യമില്ലാണ്ടാണോ എനിക്ക് ഈ പുറന്തോടുന്നാണോ നിന്റെ വിചാരം എന്നാണ് നമ്മുടെ ആമ നമ്മുടെ കുറുക്കനോട് ചോദിക്കുന്നത്. ചുമ്മാതൊന്നും അല്ലല്ലോ എനിക്ക് ഈ പുറന്തോടുള്ളത് അല്ലേ. നല്ല യൂസ്ഫുൾ ആണ്, നല്ല ബെനിഫിഷ്യൽ ആണല്ലേ ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ അല്ലേ, നല്ല കട്ടിയുള്ള ഈ പുറന്തോട് എനിക്കുള്ളത് കൊണ്ടാണ് നിങ്ങളെ പോലെയുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അല്ലേ. നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. നോക്കിക്കേ, ഈ ആമയുടെ പിക്ചറിൽ നിന്ന് നോക്കിക്കേ, ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉണ്ടല്ലേ നമുക്ക്. യെസ്, വി ക്യാൻ സീ എ ഹാർഡ് ഔട്ടർ ഷെൽ അല്ലേ. ഹാർഡായിട്ടുള്ള ഒരു ഔട്ടർ ഷെല്ല് കാണാം അല്ലെ. അതായത് എന്താ? എക്സോസ്കെലിട്ടൻ ആണ് അല്ലേ. എക്സോസ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യ അസ്ഥികൂടം അല്ലെ. ഇതെന്താണ്? എക്സോസ്കെലിട്ടൻ ആണ്. ഓക്കെ, ബാഹ്യ അസ്ഥികൂടം അല്ലേ. നമുക്ക് ഈ എക്സോസ്കെൽട്ടൻ, അതായത് നമ്മുടെ ഈ ആമയുടെ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ നമുക്ക് കണ്ടുകൂടെ?
പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് എക്സോ, പുറമേ, ബാഹ്യം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സോ സ്കെലട്ടൻ അല്ലെങ്കിൽ ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഹാർഡ് ഔട്ടർ ഷെല്ലായ എക്സോ സ്കെലട്ടൻ ആയിട്ടുള്ള നമ്മുടെ അമ്മയുടെ ഈ പുറന്തോടിന് അല്ലേ. ഓക്കെ, യെസ്. അപ്പം നോക്കിക്കേ, വല്ല എനിമീസ് ഒക്കെ വരുമ്പോൾ അല്ലെ, നമ്മുടെ കുറുക്കൻ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആമ എന്ത് ചെയ്യും, രക്ഷപ്പെടാനായിട്ട് എന്താ ചെയ്യാം? ആമയുടെ ആ തല ഉണ്ടല്ലേ, അത് പതിയെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിക്കും അല്ലെ, ഹാർഡ് ഔട്ടർ ഷെല്ലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പമ്മിയിരിക്കും അല്ലെ, ഇങ്ങനെ ഒളിച്ചിരിക്കില്ലേ ആ ഷെല്ലിൻ്റെ ഉള്ളിൽ. യെസ്. സോ അതുവഴി ഈ എനിമീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ ആമയ്ക്ക്. യെസ്. Why can't the fox eat the tortoise? അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ് നമ്മുടെ കുറുക്കന് നമ്മുടെ ആമേനെ, ടോർട്ടസിനെ കഴിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ മിസ് എന്താ പറഞ്ഞേ? നമുക്കറിയാലോ എന്താ അതിൻ്റെ റീസൺ എന്താ? നമ്മുടെ ആമയ്ക്ക് നിസ്സാരക്കാരനല്ല. നമ്മുടെ ആമയ്ക്ക് എന്തുണ്ട്? നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുണ്ട് അല്ലേ, നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള പുറന്തോടുണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ ആയില്ലേ? സംഭവം ക്ലിയർ ആയില്ലേ? നമ്മുടെ ആമയുടെ ട്രിക്ക് എന്താന്നുള്ളത് മനസ്സിലായോ? ആമ ചെറുതാണെങ്കിലും സ്ലോ ആണെങ്കിലും എന്താണ്, നിസ്സാരക്കാരനല്ല അല്ലേ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. Then other organisms that possess outer shells like that of the tortoise. അപ്പൊ നമ്മുടെ ആമക്കുട്ടനെ പോലെ വേറെ നല്ല പുറന്തോടൊക്കെയുള്ള വേറെ ജീവികളുണ്ടോ? വേറെ ഓർഗാനിസംസ് ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മിസ്സിൻ്റെ മക്കൾ പുറത്ത് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന മക്കളാണ് അല്ലേ, ജീവികളെയും ചുറ്റുപാടുകളൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരല്ലേ ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി പറഞ്ഞേ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന ഓർഗാനിസംസിന് നമ്മുടെ ആമേനെ പോലെ ഇത്ര ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുള്ള വേറെ ഓർഗാനിസംസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഹാർഡ് അല്ലെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെൽസ് ഉള്ള ഓർഗാനിസംസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ആമയ്ക്ക് ഒരു ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുണ്ട്. ഇനി അല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലുള്ള ഓർഗാനിസംസ് നിങ്ങൾക്ക് അറിയുമോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അറിയുന്നുണ്ടാവും അല്ലേ? എന്തൊക്കെയാണ്? നിങ്ങൾ നമ്മുടെ മില്ലിപ്പീഡിനെ കണ്ടിട്ടുണ്ടോ? തേരട്ട. നമ്മുടെ തേരട്ടേനെ കണ്ടിട്ടുണ്ടല്ലേ. തേരട്ടയ്ക്ക് എന്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലില്ലേ? ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ ആർക്കൊക്കെയാണ്? നമ്മുടെ സ്നെയിൽ അല്ലേ. സ്നെയിൽ എന്താ? ഒച്ച് അല്ലെ. നമ്മുടെ സ്നെയിലിന് എന്തുണ്ട്? ഔട്ടർ ഷെല്ലുണ്ടല്ലേ. നമ്മുടെ സ്നെയിലിനും എന്തുണ്ട്? പുറന്തോടുണ്ട് അല്ലേ. ഓക്കെ. ദെൻ ക്രാബ് അല്ലെ. ക്രാബ് എന്താ? നമ്മുടെ ഞണ്ടാണ് അല്ലേ. ഞണ്ടിന് എന്തുണ്ട്? ഔട്ടർ ഷെല്ലില്ലേ? ഉണ്ട് അല്ലേ, നമുക്കറിയാം. നോക്കിക്കേ, ഇത് നമ്മുടെ ക്രാബാണ് അല്ലേ. ഇതെന്താ? ക്രാബാണ്. ഓക്കെ, നമ്മുടെ ക്രാബിന് എന്തുണ്ട്? ഔട്ടർ ഷെല്ലില്ലേ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഞണ്ടൊക്കെ വാങ്ങിക്കുമോ അല്ലേ. ഇഷ്ടമാണോ ഞണ്ട് കറിയൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞണ്ട് കറി വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ, ഞണ്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞണ്ടിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അമ്മമാരത് നന്നായിട്ട് വൃത്തിയാക്കുമല്ലേ. നമ്മുടെ അതിൻ്റെ പുറന്തോടൊക്കെ കളയും അല്ലേ. പുറന്തോട് എന്താണ്? അപ്പോൾ നമുക്കറിയാലോ അതിനെന്തുണ്ട്? ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുണ്ട് ഇല്ലേ. അപ്പം നമ്മുടെ ക്രാബിന് അല്ലെ, നമ്മുടെ ഞണ്ടിന് എന്തുണ്ട്? പുറന്തോടുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനി ഞണ്ട് വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മോട് ചെന്നിട്ട് പറയണം, അമ്മേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ക്രാബിനെ കാണണം, ഞണ്ടിനെ കാണണം, അതിൻ്റെ പുറന്തോടൊക്കെ കാണണം എന്ന് പറയണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായി? കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഓൾറെഡി അറിയാവുന്നവരാണ് നിങ്ങൾ അല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോൺ അല്ലേ. ഇതെന്താണ്? പ്രോൺ ആണല്ലേ. നമ്മുടെ ചെമ്മീനാണ് അല്ലേ. നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പ്രോൺ ഇഷ്ടമല്ലാത്ത ആരാളുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോണിന് എന്തുണ്ട് മക്കളെ? എന്താ ഉള്ളത്? ഔട്ടർ ഷെല്ലുണ്ട് അല്ലേ, ഒരു പുറന്തോടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീന് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിൻ്റെ ഔട്ടർ ഷെൽ ഇങ്ങനെ മാറ്റും അല്ലേ, എന്നിട്ടല്ലേ നമ്മൾ കുക്കിങ്ങിന് എടുക്കുക. അതെ, ഓക്കെ. ദെൻ ഇത് നോക്കിക്കേ, ഇതെന്താണ്? മസിലാണല്ലേ. എന്താ മസിൽ? എന്താ? നമ്മുടെ കക്ക അല്ലേ, കല്ലുമ്മക്കായ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഓക്കെ, മസിലാണ്. ഓക്കെ, നമ്മുടെ കക്കയാണ് അല്ലേ. ഇതിനെന്തുണ്ട്? കക്കയ്ക്കും എന്തുണ്ട്? നമുക്കറിയാം അല്ലേ. കക്കയൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ കക്കകൾ കിട്ടും അല്ലേ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ അറിയാം?
ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, കക്കയ്ക്ക് എന്തുണ്ട്, നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇതെന്താണ്, സ്നെയിലാണ് അല്ലേ. വാട്ട് ഈസ് ദിസ്, സ്നെയിലാണ്. സ്നെയിൽ എന്താ മക്കളെ, ഒച്ചാണല്ലേ. ഒച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നല്ല വെറ്റായിട്ടുള്ള ഏരിയാസിലൊക്കെ എന്ത് കാണാം നമുക്ക്, സ്നെയിലിനെ കാണാം, ഒച്ചിനെ കാണാം അല്ലേ. ഒച്ചിന് എന്തുണ്ട്, ഔട്ടർ ഷെല്ലുണ്ട്, പുറന്തോടുണ്ട്. ഓക്കെ, അപ്പൊ ആമയ്ക്ക് മാത്രമാണോ പുറന്തോടുള്ളത്? പുറന്തോടുള്ള ഏകജീവി ആമയാണോ, ടോർട്ടോയ്സ് മാത്രമാണോ? അല്ല അല്ലെ, നമ്മൾക്ക് ഇഷ്ടം പോലെ ഔട്ടർ ഷെൽസ് ഉള്ള കുറേ ജീവികളുണ്ട് അല്ലെ. മനസ്സിലായില്ലേ? ഓക്കെ. ഹൗ ഡു ഹാർഡ് ഷെൽസ് ഹെൽപ്പ് ആനിമൽസ്? അപ്പം എങ്ങനെയാണ് നമ്മുടെ ടോർട്ടോയ്സിനൊക്കെ അല്ലെ, നമ്മുടെ ടോർട്ടോയ്സിന് നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉണ്ടല്ലേ. അപ്പം ഇത്ര നല്ല കട്ടിയും നല്ല ബലവും ഒക്കെയുള്ള ഈ പുറന്തോടുകൾ എങ്ങനെയാണ് നമ്മുടെ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെ സഹായിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ല്? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് മനസ്സിലായതാണല്ലേ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലേ. നമ്മുടെ എനിമീസൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷിക്കാനായിട്ട് ഫീഡ് ചെയ്യാൻ വരുമ്പോൾ ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉള്ളപ്പോൾ നമ്മുടെ എനിമീസിന് നമ്മളെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അവരുടെ പല്ല് വെച്ച് നമ്മുടെ ബോഡീനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉണ്ടെങ്കിൽ? ഇല്ല അല്ലെ. നമ്മുടെ ആമയ്ക്ക് നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോക്സിനൊന്നും നമ്മുടെ ആമേനെ കഴിക്കാൻ പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ് ഷെൽസ് ഹെൽപ്പ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അല്ലേ. ശത്രുക്കളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കും, പ്രൊട്ടക്ഷൻ നമുക്ക് തരും അല്ലേ, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ, ക്ലിയർ ആണ് അല്ലേ? യെസ്. ദെൻ ഇതെന്താ, ഈ പിക്ചറിൽ എന്താ കാണുന്നേ? ബീറ്റിലാണ് അല്ലേ. ബീറ്റിൽ എന്താ, വണ്ടാണ് അല്ലേ. വാട്ട് ഈസ് ദിസ്, ബീറ്റിൽ. നമ്മുടെ വണ്ടാണ് അല്ലെ. നമ്മുടെ വണ്ടിന് എന്തുണ്ട്, പുറന്തോടുണ്ട് അല്ലെ, ഔട്ടർ ഷെൽ ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെന്താ, വാട്ട് ഈസ് ദിസ്, കോക്രോച്ച് ആണ് അല്ലെ. കോക്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോക്രോച്ച്, നമ്മുടെ പാറ്റയ്ക്ക് എന്തുണ്ട്, ഔട്ടർ ഷെല്ലില്ലേ. നമ്മുടെ കോക്രോച്ചിനും പുറന്തോടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇതെന്താ മക്കളെ, മില്ലിപീഡ് ആണല്ലേ. മില്ലിപീഡ് എന്താ, തേരട്ട അല്ലേ. ഓക്കെ, സോ ഇതെന്താ, മില്ലിപീഡ് ആണ്, നമ്മുടെ തേരട്ടയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ തേരട്ടേനെ? തേരട്ടേനെ നമ്മൾ എങ്ങാനും തൊട്ടാൽ എന്താ, അതിങ്ങനെ ചുരുണ്ടുകൂടും അല്ലെ, വട്ടത്തിൽ ഇങ്ങനെ ചുരുണ്ടുകൂടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മില്ലിപീഡിന് എന്തുണ്ട്, ഔട്ടർ ഷെൽ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഇനി നമ്മുടെ ഔട്ടർ ഷെൽസ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ ജീവികൾ നമ്മൾ കണ്ടു, അവർക്കൊക്കെ പുറന്തോടുള്ളതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ ഈ ഷെല്ലിനെ, ഓക്കെ, നമ്മുടെ ഈ ഔട്ടർ ഷെല്ലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഹാർഡും ഉണ്ട്, ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലും ഉണ്ട്, പിന്നെന്താ, സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലും ഉണ്ട്. ഓക്കെ, നല്ല കട്ടിയുള്ള നല്ല ഹാർഡായിട്ടുള്ളതുണ്ട്, വളരെ നേർത്ത മൃദുലമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെൽസിനുള്ള എക്സാമ്പിൾ അറിയൂ നിങ്ങൾക്ക്? നല്ല മൃദുലമായിട്ടുള്ള പുറന്തോടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലുള്ള ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? നമ്മുടെ മില്ലിപീഡ് അല്ലേ, നമ്മുടെ തേരട്ട അല്ലെ. മില്ലിപീഡിനൊക്കെ എന്താ, സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെൽ അല്ലേ. നമ്മുടെ ആമേനെ പോലെയൊക്കെ ഹാർഡ് ആയിട്ടുള്ളതാണോ? അല്ല അല്ലെ, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആരൊക്കെയാണ്? മില്ലിപീഡ് അല്ലേ. നമ്മുടെ തേരട്ട മാത്രമാണോ? സെന്റിപീഡ് അല്ലെ. സെന്റിപീഡ് എന്താ, പഴുതാരയാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ തേരട്ടയ്ക്കും പഴുതാരയ്ക്കും എന്തൊക്കെയുണ്ട്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെൽ ഉണ്ട് അല്ലേ. ഓക്കെ, സെന്റിപീഡ് എന്താണ്? നമ്മുടെ പഴുതാരയാണ്. ഓക്കെ, ദെൻ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണ്? നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ. ടോർട്ടോയ്സ് അല്ലെ. നമ്മുടെ ആമയ്ക്ക് എന്താ, നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള ഔട്ടർ ഷെൽ അല്ലേ. സോഫ്റ്റ് ആണോ? അല്ല അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെയൊക്കെ പറയാം ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലിന്? ടോർട്ടോയ്സിന് പറയാം അല്ലേ, നമ്മുടെ ആമേനെ പറയാം. ദെൻ ക്രോക്കഡൈൽ അല്ലെ. നമ്മുടെ മുതലേനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ ചീങ്കണ്ണി അല്ലെ. നമ്മുടെ ക്രോക്കഡൈൽ എന്തുണ്ട്, സോഫ്റ്റ് ആണോ? നമ്മുടെ സെന്റിപീഡിനെയും മില്ലിപീഡിനെയും പോലെയൊക്കെയുള്ള ഔട്ടർ ഷെല്ലാണോ? അല്ല അല്ലെ, നല്ല ഹാർഡാണ് അല്ലെ. നമ്മുടെ ടോർട്ടോയ്സിനേക്കാളും ഹാർഡാണോ?
നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലാണല്ലേ നമ്മുടെ ക്രോക്കഡൈലിനും ഉള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഔട്ടർ ഷെൽ, നമ്മുടെ ഈ ഓർഗാനിസംസിനൊക്കെ ഔട്ടർ ഷെൽ ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാ? നല്ല ഷേപ്പ് കൊടുക്കും അല്ലെ, നല്ലൊരു ആകൃതി പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താ, പ്രൊട്ടക്ഷൻ കൊടുക്കില്ലേ? അപ്പോൾ ഫോർ ഷേപ്പ് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ അല്ലെ, ഇതിന് വേണ്ടിയിട്ടാണ് നല്ല ഔട്ടർ ഷെൽസ് ഓർഗാനിസംസിനുള്ളത്. ഓക്കെ, ദെൻ സ്നെയിൽ, ബീറ്റിൽ, ക്രാബ്, ഓയിസ്റ്റേഴ്സ് എക്സെട്ര ഹാവ് ഹാർഡ് ഷെൽസ് അല്ലേ. അപ്പോൾ ആർക്കൊക്കെയാണ് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളത്, നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽസ് ആർക്കൊക്കെയുള്ളത്? സ്നെയിൽ അല്ലെ, നമ്മുടെ ഒച്ച്, ദെൻ ക്രാബ് അല്ലെ, ഞണ്ട്, ദെൻ ഓയിസ്റ്റേഴ്സ് അല്ലെ, ഓയിസ്റ്റർ എന്താ, ചിപ്പിയാണ് അല്ലേ. യെസ്, ദെൻ ബീറ്റിൽ, വണ്ട് അല്ലെ, ഇവയ്ക്കൊക്കെ എന്താ ഉള്ളത്? നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽസ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ മനസ്സിലായില്ലേ ആർക്കൊക്കെയാണ് നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ ഉള്ളതെന്ന്? ഓക്കെ, the shells of centipede, millipede etc. are comparatively less hard. അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മുടെ പഴുതാരയ്ക്കും സെന്റിപീഡിനും മില്ലിപീഡ് അല്ലെ, തേരട്ടിക്കൊക്കെ എന്താണ്, ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലാണോ? അല്ല അല്ലെ, സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലാണ് അല്ലേ. ഓക്കെ, നമ്മുടെ ടോർട്ടിസിനെ പോലെയോ ബീറ്റിലിനെ പോലെയോ സ്നെയിലിനെ പോലെയുള്ള ഔട്ടർ ഷെല്ലല്ല, സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഔട്ടർ ഷെല്ലാണ് അല്ലേ. ഓക്കെ, shells help to protect the body parts, provide shape and help to escape from enemies അല്ലേ. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഷെൽസ് ഉള്ളത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുറന്തോടുള്ളത്? ഷെൽ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ, നമ്മുടെ ബോഡി പാർട്സിനൊക്കെ നല്ല ഷേപ്പ് കൊടുക്കാനായിട്ട് അല്ലേ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്റ്റ് ദ ബോഡി പാർട്സ്, പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ് അല്ലേ. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? നല്ല ആകൃതി കൊടുക്കും അല്ലേ, നല്ല ഷേപ്പ് കൊടുക്കും, പിന്നെ എനിമീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൂടി കൊടുക്കും അല്ലേ ഈ ഷെൽസ് അല്ലേ. യെസ്, these coverings in the outer surface of the body are called exoskeleton അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ് എക്സോസ്കെൽട്ടൻ? എക്സോസ്കെൽട്ടൻ എന്താണ്? ബാഹ്യാസ്ഥി കൂടാണല്ലേ. ബാഹ്യം, അതായത് ഔട്ടർ സർഫസ്, നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഔട്ടർ സർഫസിൽ കാണുന്നതാണ് എന്ത്? എക്സോസ്കെൽട്ടൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥി കൂടം അല്ലേ. ഇപ്പം നമ്മുടെ ബീറ്റിലിനെ നോക്കിക്കേ, അതാണ് നമ്മുടെ ബീറ്റിലാണല്ലേ. നമ്മുടെ ബീറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് എക്സോസ്കെൽട്ടൻ ആയിട്ടുള്ള ഹാർഡ് ഔട്ടർ ഷെല്ല് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നോക്കിക്കേ, ക്രാബിന് നോക്കിക്കേ, ഷെല്ല് കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ടോർട്ടിസിന് നോക്കിക്കേ, നമ്മുടെ ടോർട്ടിസ് അല്ലേ, ടോർട്ടിസിന്റെ ഈ ഹാർഡായിട്ടുള്ള ഈ ഔട്ടർ ഷെല്ലിനെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഔട്ടർ സർഫസിൽ കാണുന്നതാണ് അല്ലെ, എക്സോസ്കെൽട്ടൻ ആണല്ലേ, അതായത് ബാഹ്യ അസ്ഥികൂടമാണ് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. Scales of fishes and reptiles, feathers of birds, hairs, horns, hooves and nails of animals are all the remnants of the exoskeleton. അപ്പോൾ എന്താ പറയുന്നേ? നോക്കിക്കേ പിക്ചറിൽ, ഇതെന്താ? നമ്മുടെ ഫിഷ് ആണല്ലേ, നമ്മുടെ മീനിന്റെ ചിതമ്പൽ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇവിടെ എന്താ? സ്കെയിൽസ് കാണാം അല്ലേ, കുറേ സ്കെയിൽസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതൊക്കെ എന്താന്നാ പറയുന്നത്? സ്കെയിൽസ് ആണ് അല്ലെ, നമ്മുടെ ഫിഷിന്റെ സ്കെയിലാണ്, ചെതമ്പലാണ് അല്ലേ. ഓക്കെ, ദെൻ ഈ ചിതമ്പലും പിന്നെ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ബേർഡ് ആണ്, നമ്മുടെ ഈഗിൾ ആണല്ലേ, അതിന്റെ ഫെദേഴ്സ് അല്ലേ കാണുന്നേ. ഫെദേഴ്സ് കണ്ടൂടെ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ബേർഡിന്റെ ഫെദേഴ്സും പിന്നെ നമ്മുടെ ഈ ഫിഷിന്റെ സ്കെയിൽസും ഒക്കെ എന്താന്നാ പറയുന്നത്? എക്സോസ്കെൽട്ടൻ അല്ലെ, ബാഹ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബേർഡിനും നമ്മുടെ ഫിഷിനൊക്കെ നമ്മുടെ എക്സോസ്കെൽട്ടൻ ഉണ്ടോ? അതായത് എക്സോസ്കെൽട്ടന്റെ അവശിഷ്ടങ്ങളാണ് ഉള്ളത് അല്ലേ. അതായത് നമ്മുടെ ഫിഷിന്റെ സ്കെയിൽസും നമ്മുടെ ബേർഡിന്റെ ഫെദേഴ്സും ഒക്കെ എന്താന്നാ പറയുന്നത്? ബാഹ്യ അസ്ഥികൂടം, അതായത് നമ്മുടെ എക്സോസ്കെൽട്ടന്റെ അവശിഷ്ടങ്ങളാണ്, റെമിനൻസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ റെപ്റ്റൈൽസ് അല്ലെ, ഉരഗങ്ങളാണ് അല്ലെ, റെപ്റ്റൈൽസിന്റെ സ്കെയിൽസും എന്താണ്?
എക്സോസ്കെലിറ്റന്റെ അവശിഷ്ടങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ രോമങ്ങൾ, മൃഗങ്ങളിൽ നമ്മൾ കാണുന്ന രോമങ്ങളുള്ള മൃഗങ്ങളുണ്ട് അല്ലേ. ആനിമൽസ് ഹാവ് ഹെയർസ് റൈറ്റ്. അപ്പോൾ അത്തരം ഈ ഹെയർസും ഈ കാണുന്ന രോമങ്ങളും പിന്നെ നമ്മുടെ ഹോൺസ് അല്ലെ, കൊമ്പ് അല്ലെ, നമുക്ക് അറിയാം ചില ആനിമൽസിന് കൊമ്പുണ്ട് അല്ലേ, ഹോൺസ് ഉണ്ട്. ദെൻ കുളമ്പുള്ളവയുണ്ട് അല്ലെ, ഹൂവ്സ് ഉള്ളവരുണ്ട്, കുളമ്പുള്ള ഹൂവ്സ് ഉള്ള ആനിമൽസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കെയിൽസും പിന്നെ ദെൻ ഹെയർസ്, ഹോൺസ്, ഹൂവ്സ് ഇതൊക്കെ എന്താന്നാ പറയുന്നത്, ബാഹ്യ അസ്ഥികൂടം എക്സോസ്കെലിറ്റന്റെ റെമനൻസ് ആണ്, അവശിഷ്ടങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. Are the outer shells of all organisms the same? എല്ലാ ജീവികളുടെയും എല്ലാ ആനിമൽസിൻ്റെയും ഔട്ടർ ഷെൽസ്, പുറന്തോടുകൾ ഒരേപോലെയാണോ, സെയിം ആണോ? അല്ല അല്ലേ, സെയിം അല്ല. നമുക്കറിയാം ചില ഔട്ടർ ഷെൽസ് സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഹാർഡ് ആയിരിക്കും അല്ലേ. ഓക്കെ. How do the exoskeleton of centipede and millipede differ from others? അപ്പോൾ നമ്മുടെ സെൻറ്റിപീഡിൻ്റെയും മെല്ലിപീഡിൻ്റെയും സെൻറ്റിപീഡിൻ്റെയും മില്ലിപീഡിൻ്റെയും ഔട്ടർ ഷെല്ല് എങ്ങനെയാണ് മറ്റു ഓർഗാനിസംസിൻ്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്? എങ്ങനെയാണ്? അവ സോഫ്റ്റ് ആണ് അല്ലേ. നമ്മുടെ സെൻറ്റിപീഡ് അല്ലെ, പഴുതാരയുടെയും മില്ലിപീഡിൻ്റെയും ഔട്ടർ ഷെല്ല് പുറന്തോട് എങ്ങനെയാ, നല്ല ഹാർഡാണോ? അല്ല, സോഫ്റ്റ് ആണ് അല്ലേ, വളരെ മൃദുലമായിട്ടുള്ള പുറന്തോടാണ് അല്ലേ. പക്ഷെ നമ്മുടെ ക്രോക്കഡൈലിനും ബീറ്റിൽസിനും ടോർട്ടിസിനും ഒക്കെ എന്താ, ക്രാബിനൊക്കെ എന്താണ്, നല്ല ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, ഔട്ടർ ഷെൽ ഓഫ് മില്ലിപീഡ് ആൻഡ് സെൻറ്റിപീഡ് ആർ ലെസ് ഹാർഡ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് അതേഴ്സ് അല്ലേ. മറ്റുള്ള ഓർഗാനിസംസിനെയും ആനിമൽസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പഴുതാരയ്ക്കും തേരട്ടയ്ക്കും ഉള്ളത് എന്താണ്, ലെസ് ഹാർഡാണ് അല്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള പുറന്തോടാണ് അല്ലേ. ക്ലിയർ ആയില്ലേ? ഓക്കെ. What is the relation between the exoskeletons of animals and their shapes? അല്ലേ, നമുക്കറിയാം നമ്മുടെ ആനിമൽസിന് ബാഹ്യാസ്ഥികൂടം ഉണ്ട് അല്ലേ, എക്സോസ്കെലറ്റൻസ് ഉണ്ട്. നമുക്ക് പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർഗാനിസംസിൻ്റെ ഔട്ടർ സർഫസിൽ, ബോഡിയുടെ ഔട്ടർ സർഫസിൽ നമുക്ക് ബാഹ്യാസ്ഥികൂടം കണ്ടുകൂടെ, എക്സോസ്കെലറ്റൻ കണ്ടുകൂടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഓർഗാനിസംസിന് ഈ എക്സോസ്കെലറ്റൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുന്നത്? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോസ്കെലറ്റൻ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ബോഡി പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ അവയ്ക്ക് നല്ല ഷേപ്പ് കൊടുക്കും അല്ലേ, ആ ബോഡിക്ക് നല്ലൊരു ആകൃതി കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ എക്സോസ്കെലറ്റനും ഓർഗാനിസംസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ്, എന്താണ്? ബ്യൂട്ടിഫുൾ പാറ്റേൺ കൊടുക്കുന്നുണ്ടല്ലേ, ബ്യൂട്ടിഫുൾ പാറ്റേണും കളേഴ്സും കൊടുക്കുന്നുണ്ട് എക്സോസ്കെലറ്റൻ അല്ലേ. നോക്കിക്കേ, നമ്മൾ നമ്മുടെ എക്സോസ്കെലറ്റൻ, നമ്മുടെ ആമയുടെ എക്സോസ്കെലറ്റൻ കണ്ടു അല്ലേ. അപ്പം എന്താണ്, നല്ല രസമുണ്ട് കാണാൻ അല്ലേ, നല്ല ഭംഗിയില്ലേ. നല്ല പാറ്റേൺ ഉണ്ട്, നല്ല ഭംഗിയുള്ള പാറ്റേൺസ് കാണാം, നല്ല കളർ കാണാം അല്ലേ. ഈ ഔട്ടർ ഷെൽസ് ഒക്കെ ഒരേ കളറാണോ? അല്ല, ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കാണാം അല്ലെ. ഡിഫറെൻറ്റ് ഓർഗാനിസംസിന് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിപ്പോൾ ഒരു ഓർഗാനിസത്തിന് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഔട്ടർ ഷെൽസ് ഉണ്ടാവാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ എക്സോസ്കെലറ്റൻസിനൊക്കെ എന്തുണ്ട്, നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസും കളേഴ്സും ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഓർഗാനിസംസിനെ നല്ല അട്രാക്റ്റീവ് ആക്കും അല്ലേ. മറ്റുള്ളവർക്ക് ഈ ഓർഗാനിസത്തിനെ കാണുമ്പോൾ ഇത് തോന്നും, നല്ല ആകർഷണീയത തോന്നില്ലേ, അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ലേ. ഓക്കെ. How do these exoskeletons help animals? അപ്പം എങ്ങനെയാണ് ഈ ബാഹ്യ അസ്ഥികൂടം നമ്മുടെ ആനിമൽസിനെ സഹായിക്കുന്നത്? എങ്ങനെ സഹായിക്കുന്നേ? നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയാൻ പറ്റുക? ഫസ്റ്റ് പോയിന്റ് എന്ത് കൊടുക്കാം? പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ് അല്ലേ, ശത്രുക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് അല്ലേ. പിന്നെന്താ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഷേപ്പ് അല്ലേ, നല്ലൊരു ആകൃതി ശരീരത്തിന് കൊടുക്കും അല്ലേ. പിന്നെന്താണ്? പ്രൊട്ടക്ട്സ് ദ ബോഡി പാർട്സ് അല്ലേ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്, പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി പാർട്സ് അല്ലേ. അപ്പം ഈ 3 പോയിന്റും ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതില്ലേ? ഓക്കെ. ദെൻ അപ്പം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, എക്സോസ്കെലറ്റൻ എങ്ങനെയൊക്കെയാണ് ആനിമൽസ് ഹെൽപ്ഫുൾ ആവുന്നത്. അതിന്
ഷേപ്പ് കൊടുക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എനിമീസിൽ നിന്നും, ബോഡി പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എന്താണ്, ഈ ഓർഗാനിസംസിനെ നല്ല അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് അല്ലേ. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ എന്താ നല്ല ആകർഷണീയത തോന്നുന്നുണ്ട് ഈ എക്സോസ്കെൽട്ടൺ കാരണം അല്ലേ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസും കളേഴ്സും ഒക്കെ ഈ എക്സോസ്കെൽട്ടൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, the beautiful patterns and colors in the exoskeletons make many organisms very attractive അല്ലേ. നല്ല ഭംഗിയിലുള്ള കളറുകൾ അല്ലേ, വിവിധ തരത്തിലുള്ള കളറുകളും നല്ല ഭംഗിയുള്ള പാറ്റേൺസും ഒക്കെ നല്ല ആകർഷണീയത ഉളവാക്കും ഈ ഓർഗാനിസംസിൽ അല്ലേ. ഓക്കെ, this attractiveness becomes a threat to their existence too അല്ലേ. നമ്മൾ പറയൂലേ സൗന്ദര്യ ശാപം എന്ന് പറയും അല്ലേ. എന്താ കാരണം, നമ്മൾ നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ അല്ലെങ്കിൽ ഒരു മാരിഗോൾഡ് എന്തെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പൂവിനെ കണ്ട് നമുക്ക് ആദ്യം എന്താ തോന്നുക, അത് പറിച്ചെടുക്കണം അല്ലേ, നമ്മുടെ സ്വന്തമാക്കണം തോന്നും അല്ലേ, നമുക്കത് പറിച്ചെടുക്കണം എന്ന് തോന്നും അല്ലേ. നമ്മൾ വിചാരിക്കോ എന്ത് നല്ല ഭംഗിയുള്ള പൂ, അത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കോ, ഇല്ല അല്ലെ. നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണ്, അത് പറിച്ചെടുത്ത്, പെൺകുട്ടികളാണെങ്കിൽ അത് പറിച്ചെടുത്ത് ചെവിയിൽ വെക്കാനൊക്കെ തോന്നും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓർഗാനിസംസിന്റെ കാര്യവും അല്ലേ. നോക്കിക്കേ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാൻ പറ്റുന്നേ, സ്റ്റാർ ടോർട്ടസ് അല്ലെ, നമ്മുടെ നക്ഷത്രാമ സ്റ്റാർ ടോർട്ടസ്. നോക്കിക്കേ, ഇതിന്റെ ഔട്ടർ ഷെൽ നോക്കിക്കേ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്, നല്ല പാറ്റേണില് നല്ല കളറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ നക്ഷത്രാമയുടെ എക്സോസ്കെൽട്ടൺ ആയിട്ടുള്ള ഈ പുറന്തോടനെ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കേ, ഗോൾഡൻ ബീറ്റിൽ അല്ലേ, സ്വർണ്ണ വണ്ടാണ് അല്ലേ. നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഇതിൻ്റെ ഷെല്ലൊക്കെ എന്താ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലാണ്, നല്ല പാറ്റേണിൽ നല്ല ഗോൾഡൻ കളറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്ര ഭംഗിയുള്ള ഓർഗാനിസംസിൽ കാണുമ്പോൾ നമ്മൾ മനുഷ്യർ ചുമ്മാ ഇരിക്കുമോ? നമ്മുടെ ടെൻഡൻസി എന്താ, ഇവയെ നമുക്ക് പിടിക്കണം അല്ലേ, അങ്ങനെ തോന്നില്ലേ നമുക്ക്. ഓക്കെ, അപ്പം നമ്മളെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇവർക്ക് ഇത്ര ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അത് അവരുടെ എക്സിസ്റ്റൻസിന്, അവരുടെ നിലനിൽപ്പിന് അതെന്താണ്, ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ, അവരുടെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കുന്നുണ്ട് അല്ലേ. യെസ്, man captures these organisms without any concern for them അല്ലേ. നമ്മൾ മനുഷ്യർ ഗ്രീഡി ആണല്ലേ. നമ്മൾക്ക് എന്താണ്, കുറച്ച് നമ്മൾ മറ്റുള്ളവരൊന്നും കൺസിഡർ ചെയ്യാറില്ല അല്ലെ. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറില്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ എൻവയൺമെന്റൽ പൊല്യൂഷനൊക്കെ ഇത്രയാവുന്നത് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റൊക്കെ പുഴയിലും പിന്നെ നമ്മുടെ മണ്ണിലും നമ്മുടെ ഫോറസ്റ്റിലൊക്കെ കൊണ്ട് വലിച്ചിടും അല്ലേ. അപ്പം എന്തുണ്ടാവുന്നുണ്ട്, മലിനീകരണം സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഓർഗാനിസംസിന് എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ വിടുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നേ, നമ്മൾ ചെയ്തില്ലെങ്കിൽ തന്നെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നേ, ഈ നല്ല ഭംഗിയുള്ള നമ്മുടെ സ്വർണ്ണവണ്ടിനെയും നക്ഷത്രാമേനെയും അതുപോലെയുള്ള ഓർഗാനിസംസിനൊക്കെ എന്ത് ചെയ്യും, പിടിക്കും, ക്യാപ്ചർ ചെയ്യും അല്ലേ. ഓക്കെ, many of such organisms are facing the threat of extinction അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ, ഇവയൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാണല്ലേ, ഇവയൊക്കെ ഇല്ലാതായി പോവാണ് അല്ലേ, ഇവയൊക്കെ നശിച്ചു പോവാണ്. ഇവ ഭൂലോകത്ത് നിന്ന് പതിയെ പതിയെ മറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കാരണം അവരുടെ ഹാബിറ്റാറ്റിൽ നിന്നും നമ്മൾ അവയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് അല്ലേ. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇവയെ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പോൾ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയാണ് ഇത്തരം ഓർഗാനിസംസിന്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ഇതുവരെ പഠിച്ചത്, നമ്മുടെ ഈ ഔട്ടർ ഷെൽസ് ഒക്കെ നല്ല ഷേപ്പ് പ്രൊവൈഡ് ചെയ്യും, നല്ല ആകൃതി കൊടുക്കും ഓർഗാനിസംസിന് നമ്മൾ പഠിച്ചു അല്ലേ. ഈ പിക്ചറിൽ നോക്കിക്കേ, ഇതെന്താ, കോക്രോച്ച് ആണല്ലേ, പാറ്റയാണ്. പാറ്റയ്ക്ക് എന്തുണ്ട്, ഔട്ടർ ഷെല്ല് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം എന്താ കൊടുക്കുന്നത് ഔട്ടർ ഷെല്ല്, നല്ല ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇതാരാ, നമ്മുടെ പല്ലിയാണല്ലേ, വാൾ ലിസാർഡാണ്. ചുമരിലൊക്കെ കാണുന്നത് നമ്മുടെ പല്ലിയാണല്ലേ. പല്ലിക്ക് എന്തുണ്ട്, അവയ്ക്ക് അസ്ഥികൂടം ഉണ്ട് അല്ലേ, സ്കെലിട്ടൻ ഉണ്ട് അല്ലേ. ഈ സ്കെലിട്ടൻ എന്താ പ്രൊവൈഡ് ചെയ്യുന്നേ, അതും നല്ല ഷേപ്പ്, നല്ലൊരു ആകൃതി കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് നോക്കിക്കേ, നമുക്കറിയാം കുറേ ആനിമൽസ് ഉണ്ട് നമുക്ക് ചുറ്റും അല്ലേ. അവയ്ക്കൊക്കെയുള്ള സ്കെലിട്ടൻസ് എന്താ ഡിഫറെൻ്റ് അല്ലേ. ഡിഫറെൻറ്റ് സ്കെലിട്ടൻ ഫീച്ചേഴ്സ് ആണ് ഇവർക്കൊക്കെ ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പം നോക്കിക്കേ, നമ്മുടെ ആദ്യം കാണുന്ന പിക്ചറിൽ ഏത് ആനിമലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ, ആദ്യത്തെ അസ്ഥി കൂടെ നോക്കിക്കേ, ഇത് ഏത് ആനിമലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ,
നമുക്ക് 2 കൊമ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, 2 കൊമ്പ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വാലും കാണാൻ പറ്റുന്നുണ്ട്. ഒരു മോഡറേറ്റ് സൈസ് ഉള്ള ഒരു ആനിമൽ ആണല്ലേ. അപ്പൊ ഏതാണ്? യെസ്, കവാണല്ലേ, പശുവാണ്. ഓൾ റൈറ്റ്. അപ്പൊ ഇതെന്താണ്? കവാണ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഇമേജ് നോക്കിക്കേ. ഇത് ആരുടെ സ്കെലിറ്റൻ ആണ്? ആരുടെ അസ്ഥികൂടാണ്? നമ്മുടെ പശുവിനുള്ള അത്ര സൈസ് ഇല്ല അല്ലേ. പശുവിൻ്റെ അത്ര സൈസ് ഇല്ല, പക്ഷെ 2 കൊമ്പ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെറിയ വാല് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഏത് ആനിമൽ ആയിരിക്കും? ഏത് ആനിമൽ ആണ്? എക്സാക്ട്ലി, ഗോട്ടാണല്ലേ, ആടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. ഇത് ഏത് ആനിമലിന്റെ പിക്ചറാ? ഇത് ഏത് ആനിമലിന്റെ സ്കെലിറ്റനാ കാണാൻ പറ്റുന്നേ? അതൊന്ന് ആക്രമിക്കാൻ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ, നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന പോലെ, നമ്മൾ പേടിപ്പിക്കാൻ പോലെ തോന്നുന്നുണ്ടല്ലേ ഈ ആനിമലിന് ഇപ്പൊ കണ്ടിട്ട്, സ്കെലിറ്റൻ കണ്ടിട്ടല്ലേ. ഓക്കെ, നമുക്ക് വാല് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഏത് ആനിമൽ ആയിരിക്കും? യെസ്, ഡോഗ് ആണ് അല്ലേ. ഒരു പട്ടിയുടെ അസ്ഥി കൂടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമേജ് നോക്കിക്കേ. ഇത് ആരുടെയാണ്? നമുക്കൊരു നീണ്ട കഴുത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നെക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ആരാണ്? ദെൻ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലെഗ്സ്, നല്ല നീണ്ട കാലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഏത് ആനിമൽ ആയിരിക്കും? ആരായിരിക്കും? യെസ്, ക്രെയിൻ ആണ് അല്ലേ, കൊക്കാണ് അല്ലേ. ഇത് കൊക്കിന്റെ സ്കെലിറ്റൻ ആണ്. അപ്പൊ അടുത്ത സ്കെലിറ്റൻ പിക്ചർ നോക്കിക്കേ. ഏത് ആനിമലിന്റെ സ്കെലിറ്റൻ ആയിട്ട് തോന്നുന്നേ? ആരുടെയാ? പല്ലിയുടെ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, ഈ പിക്ചറായിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി ഇല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ പല്ലിയുടെ അസ്ഥികൂടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് സ്കെലിറ്റൻ നോക്കിക്കേ. ഇതാരുടെയാണ്? സംശയമൊന്നുമില്ല അല്ലേ, ഫിഷിന്റെ ആണല്ലേ, മീനിന്റെ അസ്ഥികൂടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. യെസ്, അതായത് നമ്മൾ മീനൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മീനിന്റെ മാംസമൊക്കെ എടുത്തിട്ട് മീൻ മുള്ള് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, യെസ്. Then we have learned that outer shells are the exoskeletons അല്ലേ. ഈ പുറം തോട് എന്താണ്? ബാഹ്യ അസ്ഥികൂടാണ് അല്ലേ. ഈ ഔട്ടർ ഷെൽസ് ഒക്കെ എക്സോസ്കെലിറ്റൻസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തിന്, നമ്മുടെ ആമേനെ, ടോർട്ടിസിന് കാണുമ്പോൾ നമുക്ക് എക്സോസ്കെലിറ്റൻ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലേ. ബാഹ്യ അസ്ഥികൂടം, ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെൽസ് അല്ലെ, ഇതൊക്കെ എന്താണ്? എക്സോസ്കെലിറ്റൻസ് ആണ് അല്ലേ. ഓക്കെ, ദെൻ ഇഫ് സോ വാട്ട് ഡു വി കോൾ ദ സ്കെലിറ്റൻ സീൻ ഇൻസൈഡ് ദ ബോഡി? അപ്പോൾ നമുക്കറിയാം എക്സോസ്കെലിറ്റൻ മാത്രമാണോ ഉള്ളത്? അല്ല, ഓർഗാനിസത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലും എന്തുണ്ട്? അസ്ഥികൂടം ഉണ്ട് അല്ലെ, സ്കെലിറ്റൻ ഉണ്ട് അല്ലെ. അപ്പൊ അവയെ നമ്മൾ എന്താ പറയാ? പുറമേ കാണുന്ന അല്ലെ, നമ്മുടെ ഔട്ടർ സർഫസ്, നമ്മുടെ ബോഡിയുടെ ഔട്ടർ സർഫസിൽ കാണുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിൽ അല്ലെ, ശരീരത്തിന്റെ ഉള്ളിൽ കാണുന്ന അസ്ഥികൂടത്തെ, സ്കെലിറ്റനെ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? എൻഡോസ്കെലിറ്റൻ അല്ലെ. എൻഡോ എന്താണ്? ഇൻസൈഡ്, ഉള്ളിൽ നിന്നാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? ആന്തരാസ്ഥികൂടം എന്ന് പറയും അല്ലേ. ഓക്കെ, in cow, goat, etc. the skeleton is seen inside the body. This is called endoskeleton അല്ലേ. എന്താണ്? നമ്മുടെ പശുവിന്റെയും ആടിന്റെയും ഒക്കെ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക് അസ്ഥികൂടം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അവയ്ക്ക് എക്സോസ്കെലിറ്റൻ ആണോ ഉള്ളത്? അല്ല അല്ലേ. നോക്കിക്കേ, നമ്മുടെ ഇതെന്താണ്? കൗവാണല്ലേ. ഇത് കൗവും ഇത് ഗോട്ടുമാണ് അല്ലേ. ഓക്കെ, ഈ കൗവിനും ഗോട്ടിനും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ പിക്ചർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ ഇവയ്ക്ക് എക്സോസ്കെലിറ്റൻ ഉണ്ടോ? ബാഹ്യാസ്ഥികൂടം ഉണ്ടോ? ഇല്ല അല്ലെ. ഇവയ്ക്കുള്ളത് എന്താണ്? എൻഡോസ്കെലിറ്റൻ ആണ്. ഇവരുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് അസ്ഥികൂടം ഉള്ളത്, സ്കെലിറ്റൻ ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോ അവയെ നമ്മൾ എന്ത് പറയും? the skeleton seen inside the body of an organism is called as what? Yes, endoskeleton അല്ലേ. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? യെസ്. Then organisms like tortoise, crocodile, etc. possess both endoskeleton and exoskeleton. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നേ? നമ്മൾ നേരത്തെ കണ്ട ടോർട്ടസ് അല്ലെ, നമ്മുടെ ആമ അല്ലെ. ആമയ്ക്ക് എക്സോസ്കെലിറ്റൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ. ആമയ്ക്ക് എക്സോസ്കെലിറ്റൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താ പറയുന്നേ? ആമയ്ക്ക് എക്സോസ്കെലിറ്റൻ മാത്രമല്ല ഉള്ളത്, പിന്നെ എന്തും കൂടി ഉണ്ട്?
എൻഡോസ്കെലിട്ടൻ അല്ലേ? ഓക്കെ, അപ്പൊ അത് പുതിയ അറിവല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ ആമയ്ക്ക് എക്സോസ്കെലിട്ടൻ മാത്രമല്ല ഉള്ളത്, എൻഡോസ്കെലിട്ടൻ കൂടിയുണ്ട് അല്ലേ? നമ്മുടെ ആമയുടെ ബോഡിയുടെ ഉള്ളിൽ എന്തുണ്ട്? സ്കെലിട്ടൻ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എൻഡോസ്കെലിട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ആമയ്ക്ക് മാത്രമല്ല, ക്രോക്കഡൈൽ അല്ലെ, നമ്മുടെ മുതല, ചീങ്കണ്ണിക്കും എന്തുണ്ട്? ഇറ്റ് ഹാസ് ബോത്ത് എക്സോസ്കെലിട്ടൻ ആൻഡ് എൻഡോസ്കെലിട്ടൻ അല്ലേ? നോക്കിക്കേ, ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ നമുക്ക് എക്സോസ്കെലിട്ടൻ കാണാം അല്ലേ? യെസ്, ഹിയർ ഔട്ട്സൈഡ് ദ ബോഡി അല്ലേ? നമുക്ക് ബോഡിയുടെ സർഫസിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ബാഹ്യാസ്ഥികൂടം, എക്സോസ്കെലിട്ടൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞേ, എക്സോസ്കെലിട്ടനും എൻഡോസ്കെലിട്ടനും ഉള്ള ഓർഗാനിസംസ് ആരൊക്കെയാണ്? യെസ്, ക്രോക്കഡൈൽ ആൻഡ് ടോർട്ടോസ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ദെൻ അപ്പൊ നോക്കിക്കേ, ഇതാരാണ്? ടോർട്ടോസ് ആണ് അല്ലെ, നമ്മുടെ ആമയാണ് അല്ലേ? അപ്പൊ ആമയ്ക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഈ പിക്ചറിൽ, ഫസ്റ്റ് പിക്ചറിൽ എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? എക്സോസ്കെലിട്ടൻ ആയ ഹാർഡ് ഔട്ടർ ഷെൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ ഷെൽ അല്ലെ, എക്സോസ്കെലിട്ടൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇമേജ് നോക്കിക്കേ, ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ബോത്ത് എക്സോസ്കെലിട്ടൻ ആൻഡ് എൻഡോസ്കെലിട്ടൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്, ഇതെന്താണ്? എക്സോസ്കെലിട്ടൻ ആണ് അല്ലെ? ഇത് എക്സോസ്കെലിട്ടൻ ആണ് അല്ലേ? ഇതെന്താ കാണാൻ പറ്റുന്നേ? ഇത് എൻഡോസ്കെലിട്ടൻ ആണല്ലേ? യെസ്, എൻഡോസ്കെലിട്ടൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. A cow has an endoskeleton അല്ലെ? നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഒരു പശുവിന് എന്താ ഉള്ളത്? എൻഡോസ്കെലിട്ടൻ ആണ് ഉള്ളത്. എക്സോസ്കെലിട്ടൻ ആണോ ഉള്ളത്? അല്ല, എൻഡോസ്കെലിട്ടൻ ആണല്ലേ? ഒരു പശുവിന്റെ അല്ലെങ്കിൽ ഒരു ആടിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് അസ്ഥികൂടം ഉള്ളത് അല്ലേ? സോ വി ക്യാൻ സേ a cow has an endoskeleton അല്ലേ? Then what would have been the shape of the cow if it had no skeleton? അല്ല, ഇപ്പൊ നോക്കിക്കേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പശുവിന് അസ്ഥികൂടം ഇല്ല അല്ലെ, സ്കെലിട്ടൻ ഇല്ല എന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ പശുവിനെ കാണാനായിട്ട്? ഒരു ഷേപ്പും ഉണ്ടാവില്ല അല്ലെ, ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, ആകെ ചുക്കിച്ചുളിഞ്ഞ വളരെ ചെറിയൊരു സൈസ് ആയിരിക്കും അല്ലെ. നോക്കിക്കേ, നമ്മുടെ പന്ത് അല്ലെ, നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കാറില്ല എൻ്റെ മക്കള്? ഫുട്ബോൾ കളിക്കാറുണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബോൾ കണ്ടറിഞ്ഞൂടെ? ബോൾ അറിയാം അല്ലെ? ബോൾ എങ്ങനെയാ? ബോളിന്റെ ഉള്ളിൽ നിറച്ച് എയർ ഉണ്ടല്ലേ, നല്ല റൗണ്ട് ഷേപ്പിലല്ലേ നമ്മുടെ ബോൾ ഇരിക്കുന്നത്? അതെ. ഇനി നമ്മൾ അതിന്റെ എയർ കളയാണ്. ഓക്കെ, എയർ കളയുമ്പോൾ എങ്ങനെയായിരിക്കും? ഡീഫ്ലേറ്റഡ് ആയല്ലേ, ഡീഫ്ലേറ്റഡ് ബോൾ ആയി, അതായത് അതിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ നമ്മുടെ ബോളിന്റെ ഉള്ളിലുള്ള എയർ പോലെ, അതായത് ആ ബോളിന് ആ ഷേപ്പ് കൊടുക്കുന്ന എയർ പോലെയാണ് എന്ത്? നമ്മുടെ സ്കെലിട്ടൻ അല്ലെ, നമ്മുടെ അസ്ഥികൂടം അതുപോലെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പശുവിന് അസ്ഥികൂടം ഇല്ലെങ്കിൽ ഡീഫ്ലേറ്റഡ് ആയിട്ടുള്ള ബോൾ പോലെ ഇരിക്കില്ലേ അല്ലെ? എയർ നഷ്ടപ്പെട്ട ആ ഷേപ്പ് ഒക്കെ പോയി നല്ല ചുളിഞ്ഞിരിക്കുന്ന ബോൾ പോലെ ആവില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻ വിച്ച് വേസ് ഡു സ്കെലിട്ടൻസ് ഹെൽപ്പ് ആനിമൽസ് അല്ലേ? അപ്പൊ നമ്മുടെ മൃഗങ്ങളെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ അസ്ഥികൂടം സഹായിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, ഒരു ബോളിന്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ കവിന് ഒരു സ്കെലിട്ടൻ ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാകെ സൈസൊക്കെ പോയി ആകെ ചുക്കി ചുളിഞ്ഞ് തീരെ ഷേപ്പ് ഒന്നും ഇല്ലാണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ സ്കെലിട്ടൻ ആനിമൽസിന് ഹെൽപ്പ് ചെയ്യുന്നേ? ഒന്ന് ചിന്തിച്ച് വേഗം പറഞ്ഞു തന്നിട്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? യെസ്, ഇറ്റ് പ്രൊവൈഡ്സ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി അല്ലേ? എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നേ? നല്ല ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ സ്കെലിട്ടൻ അല്ലേ? നല്ലൊരു ആകൃതി കൊടുക്കുന്നുണ്ട്, നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? നല്ല ബലം കൊടുക്കുന്നില്ലേ? നമുക്കറിയാലോ, നമ്മുടെ ഓർഗാനിസംസ് ഒക്കെ മരിച്ചാല് അവ ചത്ത് അവ ചീഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് അവയുടെ സ്കെലിട്ടൻ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ സ്കെലിട്ടൻ ആണ് എന്ത്? നമ്മുടെ ഫോസിൽ റിമെയിൻസ് അല്ലെ? നമ്മളൊരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്കെലിട്ടൻസ് ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പൊ അതെന്താണ് നശിച്ചു പോവാത്ത പെട്ടെന്ന്? കാരണം അതെന്താ? നല്ല സ്ട്രെങ്ത് ഉള്ളവയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ ബോൺസ്, നമ്മുടെ അസ്ഥി കൂടെ ഒക്കെ എങ്ങനെയൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നേ? നല്ല ഷേപ്പ് തരുന്നുണ്ട്, നല്ല സ്ട്രെങ്ത്, നല്ല ബലം കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ബോഡിക്ക് അല്ലേ? ഓൾ റൈറ്റ്. ദെൻ ദേ ഓൾസോ ഹെൽപ്പ് ഇൻ മൂവ്മെന്റ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മൂവ്മെന്റ് അല്ലെ, നമ്മളെ ചലിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ? നോക്കിക്കേ, ഇപ്പൊ മിസ്സിന് നമ്മുടെ മിസ്സിന്, എന്റെ മിസ്സിന് എങ്ങനെയാണ്?
മിസ്സിന് കൈയൊക്കെ ഇങ്ങനെ അനക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ്? മിസ്സിന്റെ ശരീരത്തിൽ ജോയിൻസ് ഉണ്ട് അല്ലെ, അസ്ഥിയൊക്കെ ഉണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. ശരിയല്ലേ? ഓക്കെ.